ഹായ് കൂട്ടുകാരെ, തുള്ളിച്ചാടി കളിച്ച് കാശിക്കുട്ടൻ എങ്ങോട്ടേക്കാണ് പോകുന്നത് അറിയോ? ഞങ്ങൾ ഗുരുവായൂർ കണ്ണനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ റൂമൊക്കെ ഒന്ന് റെഡിയാക്കാണ്. നാളെ രാവിലെ വേണം അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് തൊഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ തലേന്ന് റൂമൊക്കെ എടുക്കുകയാണ്. റൂമെടുത്ത് സെറ്റാക്കി ഭക്ഷണം കഴിച്ചിട്ട് വെറുതെ രാത്രിയിലൊന്ന് അമ്പലത്തിൻ്റെ പുറത്തു കൂടെയൊക്കെ ഒന്ന് കാണാം എന്നുള്ള രീതിക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റൂമൊക്കെ റെഡിയാക്കി നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ എനിക്ക് പൂരിയും ഉണ്ണേട്ടന് മസാല ദോശയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം കാശിക്ക് രണ്ടെണ്ണം മാറി മാറി കൊടുക്കാമല്ലോ എന്നുള്ള രീതിക്ക് കേട്ടോ. അവന് ഏതാ രണ്ടും കണക്കാണ്, ഏതും ഒരുപാട് കഴിക്കില്ല. പക്ഷെ എന്നാലും മാറ്റി മാറ്റി കൊടുത്താൽ എന്തെങ്കിലും കുറച്ച് കഴിക്കല്ലോ എന്നുള്ള രീതിക്ക് അങ്ങനെ വാങ്ങിയതാണ്. അങ്ങനെ അവൻ മസാല ദോശ കേട്ടോ കഴിച്ചത്. അങ്ങനെ അത് കഴിച്ചു. കുറച്ച് തന്നെ കഴിക്കുള്ളൂ, ഒരുപാടൊന്നും കഴിക്കില്ല. അങ്ങനെ കുറച്ച് തന്നെ കഴിക്കുന്നുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് തൊഴാൻ വേണ്ടി പോവാൻ. രാത്രി ജസ്റ്റ് ഒന്ന് പുറത്തൂടെ തൊഴാം എന്നുള്ള രീതിക്ക് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. കുറച്ച് നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ. റൂം റെഡിയാക്കി ഞങ്ങൾ നടന്നിട്ട് തന്നെ വന്നത്. ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ തിരക്ക് കുറവാണ്. രാത്രി ആയതുകൊണ്ടാണോ എന്നറിയില്ല, തിരക്ക് കുറവാണ്. പിന്നെ സൈഡിലൊക്കെ പൂവൊക്കെ രാവിലത്തേക്ക് വേണ്ടിയിട്ട് കെട്ടി വെച്ച ഒരുപാട് പൂക്കളുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ തന്നെ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ രാത്രി ഇപ്പോൾ വാങ്ങിക്കണ്ടെന്ന് കരുതി പിറ്റേന്ന് രാവിലെ തൊഴുമ്പോൾ വയ്ക്കാമല്ലോ. പക്ഷെ കാശി ഭയങ്കര ഓട്ടമായിരുന്നു. ഭയങ്കര ഓട്ടം എന്ന് വെച്ചാൽ നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല ആളെ. ഭയങ്കര ഓട്ടമാണ്. അവിടെ പിന്നെ കുറച്ചുകൂടി ഒരു പോലീസ് മാമനെ കണ്ട് കയ്യിൽ തോക്കൊക്കെ ഉണ്ടെന്ന് കണ്ടപ്പോൾ ആൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഓടി. ചാരുമോൾ കുറച്ച് പുറകിലാണ്. അപ്പോൾ ചാരുമോളടുത്തേക്ക് തന്നെ തിരിച്ചോടിട്ടോ. ഇവർ രണ്ടുപേരും എന്ന് വെച്ചാൽ ഭയങ്കര കളിയായിരുന്നു. കാരണം രണ്ടുപേർക്കും സെറ്റാവാനുള്ള ആളുകളായതുകൊണ്ട് അവർ നല്ല ഹാപ്പി ആയിരുന്നു. അവർ നല്ല കളിയായിരുന്നു. നമുക്ക് വരെ രണ്ടുപേരെയും പിടിച്ചാൽ കിട്ടില്ല. ഓട്ടാണ്, ഒരു സ്ഥലത്ത് നിൽക്കില്ല. അങ്ങനെ ഭയങ്കര ഓട്ടമായിരുന്നു. തൊഴലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. പക്ഷേ ആളുടെ തൊഴലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് രാവിലത്തെ കേട്ടോ അത് കാണുന്നത്. രാവിലെ ഞങ്ങളെ കൂടെ പോരുന്നില്ല എന്ന് പറഞ്ഞ് കിടക്കുകയാണ്. ഞങ്ങളെ കൂടെ പോരുന്നില്ല, ഞാൻ കിടക്കുകയാണ് പറഞ്ഞ് കിടക്കുക. എൻ്റെ മുണ്ടെടുക്കാനൊന്നും സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ സോപ്പിട്ട് എന്തായാലും മുണ്ടൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പോണ വഴിക്ക് ഞാൻ പൂ വാങ്ങിച്ചിട്ടോ. തലേന്ന് തന്നെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ തൊഴാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. പിറ്റേന്ന് രാവിലെ തൊഴാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ അവിടെ പിന്നെ നമുക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ നമ്മളവിടെ ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയി വെക്കണം. ഫോണും ഇതൊന്നും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് അലൗഡ് അല്ല. കുറച്ചധികം സമയം തന്നെ നമുക്ക് അവിടെ വരി നിൽക്കേണ്ടി വന്നു കേട്ടോ. വരി നിൽക്കല്ല, നമുക്കവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇരിക്കേണ്ടി വന്നു. എന്തായാലും കുറച്ച് സമയം കാത്തു നിന്നിട്ടാണെങ്കിൽ ഞങ്ങൾ ഗുരുവായൂരപ്പനെ തൊഴുത് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഇറങ്ങിയത് നേരെ ആനപ്പന്തിയിലേക്കാണ് കേട്ടോ. ആനക്കോട്ട എന്തും പറയാം, അങ്ങോട്ടേക്കാണ് കേട്ടോ വന്നത്. കാശി ഇവിടെ മോട്ടാണ്, അവനെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല ഓട്ട. ഇത് ആനേനെ കണ്ട കൗതുകത്തിൽ നോക്കുകയാണ്. ആന ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര അടുത്തുനിന്ന് അവൻ കണ്ടിട്ടില്ല. ഈ കുട്ടികളെ കണ്ടിട്ടാണോ എന്താ അറിയില്ല, ആന ഭയങ്കരമായിട്ട് ഇങ്ങനെ തല ഇങ്ങനെ ആട്ടുന്നുണ്ട് കേട്ടോ. എനിക്കറിയില്ല അതുകൊണ്ട് തന്നെയാണെന്നുള്ളത്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ മറൈൻ വേൾഡിലേക്കാണ് പോണത്. ഇതൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. തൃശ്ശൂർ നമ്മൾ കാണേണ്ട ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. കാരണം ഞങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ള അക്വേറിയത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫിഷിനൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഉള്ളിൽ ഇങ്ങനെ നല്ല ചുമരുപണികളൊക്കെ ഇതും ഭംഗിയുണ്ട്. ഇതിലൂടെ നമ്മൾ നടക്കുകയാണ്. കുറച്ചധികം ഇങ്ങനെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്നിട്ട് വേണം നമ്മൾ മെയിനായിട്ടുള്ള എൻട്രൻസിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ പോണ വഴിക്കുള്ള ഓരോന്ന് കാശി നോക്കുക. അത് കണ്ടോ, താറാവിനെ കണ്ടിട്ട് കൈയിട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് കൊത്തിയതല്ല, അതെന്തോ കഴിക്കാനുള്ളതെന്നുള്ള രീതിക്ക് ഇതാക്കിയത്. അപ്പോൾ അടി കിട്ടുമെന്ന് കാശി പറയുകയും ചെയ്ത്. കാരണം അവന് ഒരു കൗതുകത്തിൻ്റെ പുറത്ത് കൈയിട്ടത്. പക്ഷേ അതെന്തോ കഴിക്കാമെന്നുള്ള രീതിക്ക് ആക്കിയതാണ്. ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ്. കാശി നേരെ ഇപ്പുറത്തെ വഴിയാണ്. കാരണം അങ്ങനെയാണല്ലോ മക്കൾ, നമ്മൾ ഇതുകൂടെ വാന്ന് പറയുമ്പോൾ അവർ അപ്പുറത്ത് കൂടിയാണല്ലോ പോവുക. അങ്ങനെ ഓരെങ്ങനെ പോവുകയാണ്. ഇതൊക്കെ കണ്ടോ, ഈ മുന്തിരിയൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കണ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള നടത്താണ് നടക്കുന്നത്. ഞങ്ങളതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ ഇവിടെ അധികം ലൈറ്റില്ല, ഈ ഒരു വെളിച്ചമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഈ കാറിൻ്റെ ഉള്ളിലൊക്കെ ആക്കിയിട്ടൊക്കെയാണ് മീൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓരോ ഭയങ്കര വ്യത്യസ്തമായിട്ടാട്ടോ അവർ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു ബോക്സ് മാത്രമല്ല, നല്ല കാടൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ എനിക്കത് നല്ലപോലെ വീഡിയോ എടുക്കാൻ, ലൈറ്റിൻ്റെ ഒരു പ്രയാസം ഉള്ളതുകൊണ്ട് നല്ലപോലെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇതെന്തായാലും കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് പിന്നെ നമുക്ക് അവിടെ ഇതിങ്ങനെ ഒരു അരുവി പോലെ എന്ന് പറയാം, അങ്ങനെ ചുറ്റിലുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് സ്പാ ചെയ്യാം. ഇത് നമ്മൾ വേറെ ക്യാഷൊന്നും കൊടുക്കണ്ട. ഫിഷ് സ്പാ ചെയ്യാം. ഒരുപാട് ഫിഷ് ഉണ്ട് കേട്ടോ.
കാശി ഇത് കാലിട്ട് ഇളക്കുന്നുണ്ട്, കാലിൽ വല്ലാണ്ട് അതിരിക്കുന്നില്ല. നമ്മൾ വെള്ളം അനക്കാതെ വയ്ക്കുമ്പോഴേ അത് നന്നായിട്ട് വന്ന് മസാജ് ചെയ്യുള്ളൂ. നല്ല രസമാണ് കേട്ടോ അത്. കാശിക്ക് ഇത് ഇഷ്ടമാണ്, പക്ഷെ അവന് കാലിട്ട് ഇങ്ങനെ ഇളക്കും, അപ്പോൾ പിന്നെ അധികം അത് നിൽക്കില്ലല്ലോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ ശില്പങ്ങളും നമുക്ക് കാണാം, നല്ല ഭംഗിയായിട്ട് കാണാം. ഈ നീരാളിനെ കണ്ടോ പുറകിലുള്ള, അതിൻ്റെ ഉള്ളിലാണ് ഇവർക്കുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ കേട്ടോ. കുട്ടികൾക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങിക്കാം, സ്നാക്സൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങിക്കാം. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണുകയാണ് ഓരോ മീനിനെയും. ഒരുപാട് മീനുകളുണ്ട്. എനിക്ക് കണ്ട് പരിചയമില്ലാത്ത ഇതൊക്കെ കണ്ടോ, ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് മാത്രമേ ഞാൻ ഇങ്ങനെ വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളൂ. കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതൊക്കെ ഞാൻ പേരുകളൊന്നും എനിക്ക് കിട്ടുന്നില്ല. ഇത് നമ്മുടെ ശുദ്ധജലത്തിലത്തെ തിരണ്ടിയാണ്. ഇത് കണ്ടോ, ഇത് കണ്ട കല്ല് പോലെ തോന്നുന്നെങ്കിലും ഇതൊരു കല്ല് മത്സ്യമാണ്. ശരിക്കും ഞങ്ങൾ കല്ലാന്ന് വിചാരിച്ചിട്ട് ഇതിൽ മീൻ എവിടെയെന്ന് തിരയുക, അപ്പോൾ അതുതന്നെയാണ് കല്ല് മീനാണ് കേട്ടോ അത്. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ട് വരുമ്പോൾ ഇവരിവിടെ അക്വേറിയം ക്ലീൻ ആക്കുകയാണ്. അപ്പോൾ കാശി അത് ഭയങ്കരമായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും, ജാലുമോക്കാണെങ്കിലും ഇവർക്ക് ഭയങ്കര അത്ഭുതം. അതിലുള്ള ഒരാളല്ലേ, അവർ ഹായ് ഒക്കെ കൊടുക്കുകയാണ്. അവർ നന്നായിട്ട് ബബിൾസൊക്കെ ഇട്ടിട്ട് കാശിക്കൊക്കെ ഹായ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതൊക്കെ അക്വേറിയത്തിൻ്റെ മേലെ സെറ്റ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട്. പിന്നെ വെളിച്ചം, അതിൻ്റെ ഉള്ളിൽ AC ആണ്. വെളിച്ചം കുറവാകുമ്പോൾ നമുക്ക് വീഡിയോ കുറച്ച് പ്രയാസമുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ മീനിന് ഭക്ഷണം കൊടുക്കാനാണ് വന്നത്. ഇതും നമുക്ക് കൊടുക്കട്ടെ, അവർ നമുക്ക് ഭക്ഷണം തരും, നമുക്ക് അത് കൊടുക്കാം. മീനിൻ്റെ ഭക്ഷണം നമ്മളെ കയ്യിൽ വെച്ച് തരും, കൈ കഴുകിയിട്ട് നമ്മൾ കൊടുത്താൽ മതി. കാശി മുന്നേ ഇങ്ങനെ ഞങ്ങൾ പോയ സ്ഥലത്ത് കൊടുത്തുകൊണ്ട് അവന് പേടിയില്ല. പിന്നെ ഇതതിൻ്റെ പുറകുവശമാണ്. സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. നമുക്ക് കുട്ടികളൊക്കെ കൊണ്ടുവരാൻ പറ്റിയൊരു സ്ഥലമാണ്. നിങ്ങൾ ഗുരുവായൂർക്കൊക്കെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് വന്നാൽ നല്ല രസമായിരിക്കും. ഇവിടെ അതുപോലെ ഫിഷ് ക്യാച്ചിങ്ങിനുള്ളൊരു സ്പേസും ഉണ്ട് കേട്ടോ. നമുക്ക് ലൈവായിട്ട് അവിടെ മീൻ പിടിക്കാം. കുട്ടികളൊക്കെ നമുക്ക് രസമായിട്ട് കളിപ്പിക്കാം. അവിടെ ഒരു ടിക്കറ്റ് എടുക്കണം ആ ഫിഷിനെ കളിപ്പിക്കാൻ. അതുപോലെ ഒരു പാർക്ക് ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ ഈ മീനിൻ്റെ ഫുഡുകളൊക്കെ ഉണ്ട്. അവിടേക്കും നമ്മൾ കയറിയില്ല, കാരണം ഞങ്ങൾക്ക് ബീച്ചിലേക്കും കൂടെ വരണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ബീച്ചിൽ വന്ന് കാശി ഭയങ്കരമായിട്ട് വെള്ളത്തിൽ കളിക്കുകയാണ്. ബീച്ച് പിന്നെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഞങ്ങളിവിടെ നമ്മൾ കളിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ ബോട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഹാർബർ ഉണ്ട്, അവിടെ ഞങ്ങൾ ഫ്രഷ് മീനും വാങ്ങി പോന്നു.